35, 36, 37, 38, 39, 40. ആരാണ് 10 സെക്കൻഡ്സ്? 10 സെക്കൻഡ്സ് അല്ല, എത്രത്തോളം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാം. റെഡി? ഞാൻ 3 പറയും കേട്ടോ. ഓക്കെ, റെഡി? 1, 2, 3. ഗൈസ്, ആരാണ് വേഗം? ടീയ ഫസ്റ്റ് വന്നു കേട്ടോ. ഗൈസ്, ഇതാണ് സ്വിമ്മിങ്ങിൻ്റെ മാമിൻ്റെ ട്രെയിനിങ് കേട്ടോ. നിങ്ങളിത് അറിയണേ. സോ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയത് ഗൈസ്. ഇവിടെ ഓരോരുത്തരും എഴുന്നേറ്റിട്ടേ ഇല്ല. ദേ ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ടീയ കുട്ടി ഫസ്റ്റ്. ദേ ഇവിടെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അയാൾ എഴുന്നേറ്റിട്ടേ ഇല്ല. ദേ ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇവർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അയാൾ യെസ്, വിന്നർ ഈസ് ഇദ്ദേഹമാണ് വിന്നർ. ഓ, അപ്പൊ ഒരു ക്ലാപ്പ് കൊടുക്കൂ. ഇന്നത്തെ റിസൾട്ട് ആരാണ്? അദ്ദിക്കുട്ടൻ, ഡാഡി, ടീയ, പിന്നെ ടീയക്കുട്ടിയുടെ ഫ്രണ്ട്. ടീക്കുട്ടിയുടെ ഫ്രണ്ട് ഫസ്റ്റ് എത്തി. പിന്നെ അടുത്തത് എത്തിയത് ടീക്കുട്ടിയാണ് കേട്ടോ, അവിടെ എത്തിയത്. പിന്നെ ഇപ്പോഴത്തെ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഗൈസ്, ഇന്നാണ് ആ ഡേ. അതായത് നമ്മൾ സ്വിമ്മിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഒരു 10 ദിവസത്തെ ക്ലാസ്സാണ്. പക്ഷേ അത് വർക്കാവുമെന്നൊന്നും അറിയില്ല. ഓക്കെ, നമുക്ക് പോയി നോക്കാം, പഠിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പോവുകയാണ് സ്വിമ്മിങ് ക്ലാസ്സിലോട്ട്. എന്താവുന്ന ഒരു ഐഡിയ ഒന്നുമില്ല. അദ്ദിക്കുട്ടി ഇവിടെ എന്തോ കളിക്കാൻ പോവാന്ന വിചാരം. ഇതൊന്ന് ബാക്കിൽ വെക്കേ, ഇതൊന്ന് തുറക്കടാ. എന്താടാ തടുക്ക, ഇതിപ്പോ വെള്ളത്തിലിറങ്ങുമ്പോ എന്താവും? അദ്ദിക്കുട്ടനാണ് കേട്ടോ. 15 ഡേയ്സ് കൊണ്ട് നമ്മൾ സ്വിമ്മിങ് പഠിക്കാൻ പോകണം. പിന്നെ ഡാഡി പിന്നെ സ്വിമ്മിങ് എക്സ്പേർട്ട് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയുന്നില്ല. ഡാഡിന്ന് തിമിർക്കും കാണിച്ച്. ഞങ്ങൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. മുട്ടിക്കുളങ്ങരയിലെ നമ്മുടെ പോലീസ് ക്യാമ്പിലാണ് നമ്മൾ സ്വിമ്മിങ് പഠിക്കുന്നത്. ഇപ്പൊ ടൈം 6:45 ഒന്ന് ഇറങ്ങി വാ, ഓടി വാ. അങ്ങനെ ഗൈസ്, സ്വിമ്മിങ് ക്ലാസ്സിലാണ്. ക്യാപ്പ് ഇട്ടിട്ട് 2 പേർക്കും പറ്റില്ല. പക്ഷെ അത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കുക, മനസ്സിലായോ? സ്വിമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്വിമ്മിങ് അങ്ങനെ പറയരുത് ടീയ. അത് സാരില്ല, വെള്ളത്തിൽ കളിക്കുമ്പോൾ നീ റെഡിയാവും. ഇല്ല, ജസ്റ്റ് ഒന്ന് പഠിക്കാൻ താല്പര്യമുണ്ട്. നോക്കട്ടെ. ഫസ്റ്റ് ടാസ്ക് ടീക്ക് നടക്കാനാണ് കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യൂ. ടീയ ട്രൈ ചെയ്യൂ. അങ്ങനെ അദ്ദിക്കുട്ടനെ പഠിപ്പിക്കാനുള്ള ട്രെയിനിങ്ങിലാണ്. ഇത് ബോയ്സ് സെക്ഷനാണ് കേട്ടോ. അവിടെ സാർമാരാണ് പഠിപ്പിക്കുന്നത്. കൃഷ്ണ, എൻ്റെ കുഞ്ഞ്. ഡാഡി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അദ്ദിക്കുട്ടനെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. കുട്ടനെ എനിക്കറിയില്ല കേട്ടോ, അവൾ എന്താ ചെയ്യണമെന്ന് പോലെ എനിക്കറിയില്ല. 10 സെക്കൻഡ്സ് മുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൂളാട്ടോ. എന്ത് ഹൈജീനിക്കാണെന്നറിയോ? ഓ, മുങ്ങി അത് ഇത് നോക്കി, ഒരു ബേബി സ്വിം ചെയ്ത് വരണ നോക്ക്. നിന്റെ ബാക്കിൽ ഒരു ബേബി നോക്ക് സ്വിം ചെയ്ത് വരണേ. ഓ, ഇങ്ങനെ ആദ്യം കുറച്ച് ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ഇവിടെ നമ്മുടെ ഈ പ്ലേസ്. പക്ഷേ പാലക്കാടിൻ്റെ ഒരു അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത്രയും ഞങ്ങൾ അടുത്തായിട്ടും ഇതൊന്നും അറിയാതെ പോയി. അത് ഞങ്ങളുടെ കുറ്റം. 5 തവണ മുങ്ങി കഴിക്കാൻ പറയേണ്ട അദ്ദിക്കുട്ടനോട് കേട്ടോ. ഇത് ഡാഡിക്കൊന്നും പറ്റുന്നില്ല ഗൈസ്. ആരാണ് 10 സെക്കൻഡ്സ്? 10 സെക്കൻഡ്സ് അല്ല, എത്രത്തോളം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാം. റെഡി? ഞാൻ 3 പറയും കേട്ടോ. ഓക്കെ, റെഡി? 1, 2, 3. ഗൈസ്, ആരാണ് വേഗം? ടീയ ഫസ്റ്റ് വന്നു കേട്ടോ. ഗൈസ്, ഇതാണ് സ്വിമ്മിങ്ങിൻ്റെ മാമിൻ്റെ ട്രെയിനിങ് കേട്ടോ. നിങ്ങളിത് അറിയണേ. സോ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയത് ഗൈസ്. ഇവിടെ ഓരോരുത്തരും എഴുന്നേറ്റിട്ടേ ഇല്ല. ദേ ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ടീയ കുട്ടി ഫസ്റ്റ്. ദേ ഇവിടെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അയാൾ എഴുന്നേറ്റിട്ടേ ഇല്ല. ദേ ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇവർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അയാൾ യെസ്, വിന്നർ ഈസ് ഇദ്ദേഹമാണ് വിന്നർ. ഓ, അപ്പൊ ഒരു ക്ലാപ്പ് കൊടുക്കൂ. യെസ്.
തല കുറച്ചുകൂടി ഉള്ളിൽ പോട്ടെ. 11. ഓക്കെ, ഒന്നുകൂടെ ടിയാ കൗണ്ട് ചെയ്തോ. ആ, $35, $36, $37, $38, $39, $40. ഫസ്റ്റ്. ഓക്കെ. ഓ, അദ്ദിക്കുട്ടൻ ഇവിടെ ബെൽറ്റ് അടിക്കാം. പക്ഷെ അത്രയ്ക്ക് നമ്മുടെ ടീക്കുട്ടി ആയിട്ടില്ല, അവള് ബ്രീത്തിങ് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അദ്ദിക്ക് റെഡി. ഓക്കെ, ഡാഡിയും. ഓക്കെ, ഇവിടെ ഡാഡിക്ക് വേറൊരു ബേബി ബോയിനെ കൂട്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സ്റ്റാർട്ടിംഗ് ആണ് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മുടെ അദ്ദിക്കുട്ടൻ കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ അത്. രസമെന്നറിയോ മക്കളെ, ഇവിടെ നിങ്ങൾ മസ്റ്റ് ടീക്കുട്ടിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. 4-5 പ്രാവശ്യം തുമ്മിയിട്ടുണ്ട്, അതൊന്നും കാര്യമേ ആക്കരുതേ. ഓക്കെ, അതെ ഇവിടെ ഇങ്ങനെ ഓരോരോ കുഞ്ഞു മക്കൾ എന്ത് എനർജറ്റിക്കാണ്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ക്ലീൻ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതെ ഓരോരുത്തർ ഇതേ ഇങ്ങനെ ഇതായി കൊണ്ട് പോകുന്നുണ്ട്. ടിയ നമ്മളിവിടെ സ്നീസിങ് ആട്ടോ. ഇറ്റ്സ് ഓക്കേടാ, മുങ്ങുന്നേ ഇല്ല. ടിയ ഇവിടെ ഇപ്പോൾ 20ാമത്തെ തുമ്മലാണ്, അത് കാര്യമില്ല. ഓക്കെ, ഓക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഓക്കെ, കമ്പിയിൽ പിടിച്ചിട്ട് ഫ്ലോട്ടായതിനു ശേഷം കൈവിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മെല്ലെ കൈവിടുവന്ന. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ അദ്വിക്കുട്ടനും ഡാഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ നോക്കണേ. അദ്വിക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കി. ഈ കുട്ടി ഇങ്ങനെ സ്ട്രക്കായിട്ടിരിക്കുക. അദ്വിക്കുട്ടൻ എങ്ങനെയുണ്ടടാ? അദ്വിക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതേ നോക്കി അദ്വിക്കുട്ടൻ എത്ര നന്നായിട്ടാണ് വരുന്നത് നോക്കി. ഫസ്റ്റ് ഡേ ആട്ടോ. നോക്കിയോട്ടാ, അദ്വിക്കുട്ടൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. അതുവരെ ഡാഡി എത്തി. പക്ഷെ ടീ കുട്ടി മെല്ലെയാണ്, സാരില്ല, ഇറ്റ്സ് ഓക്കെ. നോക്കൂ അദ്ദിക്കുട്ടനെ നോക്കൂ. എനിക്ക് 2 3 2 1 2 ടിയ വരും ഡിസ്കഷനാണ്. ഫ്ലോട്ടിങ് അദ്ദിക്കുട്ടൻ ചെയ്തേ, അദ്ദിക്കുട്ടൻ ചെയ്തേ ഗൈസ്. ഇതാണ് ഫ്ലോട്ടിങ്. കണ്ടോ, കിട്ടുവാടാ പൊന്നാ, നിനക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ അങ്ങനെ പറയരുത് പൊന്നാ. രണ്ടുപേരും ഡിസ്കഷൻ മാത്രമേ നടക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. പക്ഷെ അദ്ദിക്കുട്ടനാണ് ഗൈസ് കൂട്ടത്തിലെ മിടുക്കൻ കേട്ടോ. ഇത് ഡാഡിയും തീക്കുട്ടി രണ്ടുപേരും ഡിസ്കഷനിലാണ്. സ്വിമ്മിങ് ഒക്കെ ഡിസ്കഷൻ നടത്തിയ പോലെ. ആ ഓക്കെ, അദ്ദിക്കുട്ടൻ ഒന്ന് ഫ്ലോട്ട് ചെയ്തേ തങ്കമ്മേ. അമ്മ തങ്കം ഒന്ന് ഫ്ലോട്ട് ചെയ്യും. ഓ കണ്ടോ, ഇവിടെ ഇത് മാത്രമേ നടക്കൂ, വേറെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അദ്ദിക്കുട്ടൻ സ്വിം ചെയ്തിട്ട് ആ ഓറഞ്ചിന്റെ അവിടെ എത്താൻ നോക്കുകയാണ്. ഓക്കെ, റെഡി അല്ലേ? ഇറ്റ്സ് ഓക്കെ മുത്തേ. ഓക്കെ, ഗോ ഹെഡ്. ആ ഓക്കെ ഓക്കെ. നമ്മുടെ അദ്ദിക്കുട്ടൻ സ്വിം ചെയ്തത് ഞാൻ ഓ മൈ ഗോഡ് ഗൈസ് പകുതി വരെ എത്തിയുള്ളൂ. ഇറ്റ്സ് ഓക്കെ ഗൈസ്. ടീക്കുട്ടി മാത്രം ഇവിടെ നിന്നു, ഡാഡിയും അദ്ദിക്കുട്ടനും മാത്രം പോയി. കണ്ടോ, 3 പേരും കൂടെ ഒരുമിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഗൈസ്. 2 ഇവിടെ 3 2 1 മാത്രമേ എണ്ണുന്നുള്ളൂ. നമ്മുടെ അദ്ദിക്കുട്ടൻ മാത്രം റെഡി ആവുന്നുണ്ട്. ടീക്കുട്ടി ഇതേ അവിടെ തന്നെ സ്റ്റോപ്പായി. ഡാഡിയും അദ്ദിക്കുട്ടനും സെറ്റായി വരുന്നു. ഇവിടെ ടീക്കുട്ടി ഒന്ന് ട്രയൽ നടത്താൻ പോവാണ്. ഓക്കെ, ചാട്ടമൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ടീക്കുട്ടി നിന്നവിടെ നിന്ന് തന്നെയാണ് ചെയ്യണമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അദ്ദിക്കുട്ടൻ കണ്ടോ, അദ്ദിക്കുട്ടൻ അവിടം വരെ എത്തി ഗൈസ്. അങ്ങനെ 3 പേരും സ്വിമ്മിങ്. ടീക്കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദിക്കുട്ടൻ അതേ ടീക്കുട്ടി ആ സ്ഥലത്ത് തന്നെ നിൽക്കുക ഗൈസ്. ഇവിടെ അദ്വിക്കും ഡാഡിയും അതെ ആരാണ് ഫസ്റ്റ്? എനിക്ക് തോന്നുന്നു നമ്മുടെ അദ്ദിക്കുട്ടനാണ് ഫസ്റ്റ് ആവാനുള്ളൊരു
ആ കുറച്ചെങ്കിലും കുറച്ച് അദ്ദിക്കുട്ടനാ കേട്ടോ. ഏത് വരെയാ പോകാൻ പറ്റുക? ദേഷ്യം വന്നിട്ടൊന്ന് ഇറ്റ്സ് ഓക്കെ. ഒന്നാമത്തെ ദിവസമാണ്, ABCD പഠിക്കുന്ന ദിവസമാണ്. ആ ഒക്കെ അങ്ങനെ തന്നെയാ പഠിക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെയാണ് നിൽക്കുന്നത്. എന്നാൽ അദ്ദിക്കുട്ടൻ നോക്കിയേ, ഒറ്റ ദിവസം കൊണ്ട് അതെ ആ അങ്കിൾ ഒരു പ്രാവശ്യം, ട്രെയിനർ അങ്കിൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാ കേട്ടോ. അതെ അദ്ദിക്കുട്ടൻ അവിടെ എത്തി. ടിയ കുട്ടി, ടിയ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ പറ്റും തന്നെ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേര് സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്? അവർക്കൊക്കെ നിമിഷാൻറ്റിൻ്റെ ഒരു ഉമ്മ കേട്ടോ. മക്കളെ സ്വിമ്മിങ് പഠിക്കണം, പഠിക്കും. റെഡി? ഓക്കെ ഗൈസ്, അപ്പോൾ അത്തിയക്കുട്ടി ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരു 1.5 മണിക്കൂർ. ഇത് അവിടെ അദ്ദിക്കുട്ടൻ ഫുൾ സെറ്റപ്പായിട്ടോ. ഇത് നമ്മുടെ ടീക്കുട്ടി ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. ആ ഓറഞ്ച് കളർ അതിൻ്റെ അടുത്ത് എത്തണം എന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം അവിടെ എത്തണം എന്ന് അയ്യോ പോയി. എത്ര നേരം? ആ ഞാൻ എണ്ണ എത്ര നേരം ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നതാണ്. ഓക്കെ റെഡി അല്ലേ? ഓക്കെ 2 3 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33. അദ്വിക്കാണ് ഫസ്റ്റ്. അപ്പം ആരാണ് ബ്രീത്ത്? അദ്ദിക്കുട്ടൻ നോക്കി ആദ്യം തന്നെ. ഓക്കെ 1 2 3. എവിടെ ഓടുന്നേ? ഓക്കെ ആരാ കൂടുതൽ നേരം നിൽക്കുന്നത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 മതി 27 20. ഗൈസ് അങ്ങനെ 3 ഫ്രണ്ട്സായിട്ട് പോവാൻ നോക്കുകയാണ് ടീക്കുട്ടി. ഇത് ഏകദേശം അതുവരെ എത്തുന്നുണ്ട്. ആ ഓറഞ്ച് സ്പോട്ട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. 3 2 1 ഗോ. ഗൈസ് ആരാണ് ആ ഓറഞ്ചിന്റെ അവിടെ എത്തണേ നോക്കുകയാണ്. ടീ ആണ് ഗൈസ് ഫസ്റ്റ്. അവർ ടീ എല്ലാം കഴിഞ്ഞ അവസാനം ഈ ആരും പോകണ്ടെന്ന് പറഞ്ഞ ഹൈറ്റിലേക്ക് വന്നിരിക്കുക. എടാ അവരൊക്കെ അത്ര എക്സ്പീരിയൻസ് ആടാ. ആള് അവിടെ എത്തി ടീക്കുട്ടിയുടെ ഫ്രണ്ട്സ്. ഓക്കെ ടിയ 2 പ്രാവശ്യമെങ്കിലും നടക്കും. അതൊന്നും പറയരുത് ടിയ. അതൊക്കെ അങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. ഓക്കെ അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ. ചിക്കോ റെഡി അല്ലേ? ഓക്കെ ഗൈസ് ഒന്ന് ലാസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ പൊക്കോ ഗൈസ്. അപ്പോൾ അദ്ദിക്കുട്ടൻ ആ ഓറഞ്ച് കളറിൻ്റെ അവിടെ എത്തുമോ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ദേ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും അവിടെ കുറച്ച് ആൾക്കാർ ദേ അങ്ങനെ അദ്ദിക്കുട്ടൻ അവൻ്റെ ആ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ടീക്കുട്ടി ഒരു പുതിയ ടെക്നോളജി നമ്മുടെ ടീക്കുട്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഇത് നോക്കിയേ, അടിപൊളിയാട്ടോ. എന്തായാലും സ്വിമ്മിങ് ക്ലാസ് നിമിഷാൻ്റെക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ദിവസം അടിപൊളിയാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിസൾട്ട് ആരാണ്? അദ്ദിക്കുട്ടൻ, ഡാഡി, ടിയ, പിന്നെ ടീക്കുട്ടിയുടെ ഫ്രണ്ട്. ടീക്കുട്ടിയുടെ ഫ്രണ്ട് ഫസ്റ്റ് എത്തി. പിന്നെ അടുത്തത് എത്തിയത് ടീക്കുട്ടിയാണ് കേട്ടോ അവിടെ എത്തിയത്. പിന്നെ ഇപ്പോഴത്തെ റിസൾട്ട് ഇങ്ങനെയാട്ടോ.